ഒരിക്കലും നമ്മുടെ സുഹൃത്ത് കുറച്ച് ആയുർവേദ മെഡിസിനുമായിട്ട് നാട്ടിൽ നിന്ന് പോരാനായിട്ട് പ്ലാൻ ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഇവിടെ ബാൻ ചെയ്തിരിക്കുന്ന ചില ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇവിടെ നിയമപ്രശ്നം ആവില്ലേ അത്? തീർച്ചയായിട്ടും വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം പലപ്പോഴും ഇത് സംഭവിച്ചിട്ടുണ്ട് ഒത്തിരി ആളുകൾക്ക്. വളരെ റീസെൻ്റായിട്ട് തന്നെ നമുക്ക് അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ UAE എന്ന് പറയുന്നത് കൺട്രോൾഡ് മെഡിസിൻസിന് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതിനകത്ത് ഒരു ലിസ്റ്റ് ഓഫ് കൺട്രോൾഡ് മെഡിസിൻസ് ഉണ്ട്. നമുക്ക് മൊഹാപ്പിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്തൊക്കെയാണ് കൺട്രോൾഡ് മെഡിസിൻസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് മരുന്ന് കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ അത്തരത്തിലുള്ള കൺട്രോൾഡ് മെഡിസിൻസിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിനകത്തുണ്ടോ എന്നുള്ളത് അറിയണം. ചില ആയുർവേദ മരുന്നുകളിൽ, ഹോമിയോ മെഡിസിൻസ്, മറ്റുള്ള മരുന്നുകളിലൊക്കെ പലപ്പോഴായിട്ട് നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള കൺട്രോൾഡ് മെഡിസിൻസിൻ്റെ കണ്ടന്റ് അതിനകത്തുണ്ട്. ഇപ്പം കൺട്രോൾഡ് മെഡിസിൻ ഇതിപ്പോൾ നമ്മൾ പറയും ഞാൻ ഇപ്പം ഒരു ഡ്രഗ് അല്ല കൊണ്ടുവരുന്നത്, പക്ഷെ അതിനകത്ത് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. അത് വളരെ നോർമലായിട്ടുള്ളൂ, മിനിമലായിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നു. പക്ഷേ UAE സംബന്ധിച്ച് 0 ടോളറൻസ് ആണ് ഇത്തരം കാര്യത്തിൽ. അപ്പോൾ ആ മെഡിസിൻസിൻ്റെ ഇത്തരം ഡ്രഗ്സിൻ്റെ കണ്ടന്റുകൾ, അല്ലെങ്കിൽ ഇവിടെ കൺട്രോൾഡ് ആയിട്ടുള്ള സാധനങ്ങൾ, സബ്സ്റ്റൻസസിൻ്റെ കണ്ടന്റ് അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് ഇവിടെ കൊണ്ടുവരരുത്. വളരെയധികം പരിശോധിച്ചിട്ട് ഇവിടുത്തെ ആയുർവേദ ഡോക്ടർമാരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ മറ്റുള്ള അതുപോലുള്ള മരുന്ന് വിൽക്കുന്ന ആളുകളുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഈ മരുന്നുകൾ അവിടുന്ന് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇവിടെ എയർപോർട്ടിൽ വെച്ച് പിടിച്ചാൽ അത് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കുക.